സോ മക്കളെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പ്രീവിയസ്ലി ചോദിച്ച. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മില്ലേഴ്സ് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നമ്മൾ പറഞ്ഞു ഒപ്പാരന്റ് ഹാൽഡെയ്ൻ മോഡലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലേ. ഓക്കെ, ഒപ്പാരന്റ് ഹാൽഡെയിൽ ഇതിൽ പലരും അറിയാണ്ട് തെറ്റിച്ചു പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കാര്യം ഇതിൽ CH പറഞ്ഞു സൂക്ഷിച്ച് നോക്കണം. കാരണം നിങ്ങൾ 180 ക്വസ്റ്റ്യനോ ഒക്കെ ആൻസർ 180 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ബയോളജിയിലൂടെ പെട്ടെന്ന് റഷ് ചെയ്തിട്ട് ഫിസിക്സ് കെമിസ്ട്രി പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പൊ ഇങ്ങനത്തെ സംഭവത്തിൽ നമ്മൾ അറിയാണ്ട് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 800 എന്ന് കാണും. ഓക്കെ, നമ്മൾ 800 കണ്ടതാണ് അല്ലേ, എൻസൈറ്റിൽ 800 ഉണ്ട്. അപ്പൊ ഇതും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ്, ഇതാണോ അതോ ഇതാണോ എന്നുള്ളതാണ്, A ആണോ B ആണോ എന്നുള്ളതാണ്. അപ്പൊ അതിൽ നോക്കേണ്ടത് CH3 കണ്ടോ, CH3 അല്ല CH4 ആണ്. അപ്പൊ അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അറിയുന്ന ആളുകൾ തന്നെ തെറ്റിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ റഷ് ചെയ്യുമായിരിക്കും, നമ്മളപ്പോൾ ഒരു റഷിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു ടെൻഷൻ ആയിരിക്കും ചില ആളുകൾ. ആ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് കൂളായിട്ട് ഇരുന്ന് ചെയ്താൽ. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഈവൻറ്റ്സ് ഇൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. ഇത് ഞാൻ പറഞ്ഞതല്ലേ. ആദ്യം നമുക്ക് ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ട് അല്ലേ, അമോണിയ, മീഥെയിൻ പോലുള്ള സാധനങ്ങൾ. പിന്നെ അതിൽ നിന്ന് ഓർഗാനിക് മോണോമേഴ്സ് ഉണ്ടാകുന്നു, പിന്നെ ഓർഗാനിക് പോളിമേഴ്സ് ഉണ്ടാകുന്നു. ആ ഓർഗാനിക് പോളിമേഴ്സ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ ഓർഗാനിക് പോളിമേഴ്സുകളെല്ലാം അസംബിൾ ചെയ്തിട്ട് നമ്മുടെ ഒരു 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 ഏരിയയിൽ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ട് നിൽക്കുന്ന പോളിമേഴ്സുകൾ, അതിനാണ് നമ്മൾ പ്രോട്ടോബയോൺസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോബയോൺസ് പിന്നെ അതിലെ ജനറ്റിക് ബേസിലുള്ള സാധനങ്ങളൊക്കെ ന്യൂക്ലിയസിന്റെ അകത്തേക്ക് പോകുന്നു അല്ലേ. അങ്ങനെ ബേസിക് സെൽ ഉണ്ടാകുന്നു, അതായത് DNA ബേസ്ഡ് ജനറ്റിക് സിസ്റ്റം ഉണ്ടാകുന്നു. സോ ഓപ്ഷൻ വിൽ ബി C for this. Okay, now following are the two statements regarding the origin of life. ഇത് ആക്ച്വലി ഡയറക്റ്റ് ഇൻസൈഡ് അല്ലെങ്കിലും ഇൻസൈഡിൽ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഏർലിസ്റ്റ് ഓർഗാനിസംസ് ദാറ്റ് അപ്പിയർഡ് ഓൺ were non-green and presumably anaerobes. അത് വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അനേറോബ് ആണ് എന്ന് പറയാനുള്ള റീസൺ, ആദ്യം എവിടെ ഓക്സിജൻ ഇവിടെ ഇല്ലായിരുന്നു, നമുക്ക് ഓക്സിജൻ ഇല്ലായിരുന്നു, നോൺ ഗ്രീൻ ആയിരുന്നു. ഓക്കെ, സോ അതായത് ബാക്ടീരിയാസ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലേ. സോ പ്ലാന്റ്സും കാര്യങ്ങളും അല്ലാത്തതുകൊണ്ട് നോൺ ഗ്രീൻ എന്ന് പറയാം. പ്രിസിമബ്ലി അനേറോബ്സ് എന്ന് പറയാൻ കാരണം ഇവിടെ ഓക്സിജൻ ഇല്ലായിരുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ്. ദ ഫസ്റ്റ് ഓട്ടോട്രോപിക് ഓർഗാനിസം വേർ ദ കീമോ ഓട്ടോട്രോപ്സ് ആൻഡ് ദാറ്റ് നെവർ റിലീസ്ഡ് ഓക്സിജൻ. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ. സോ ബോത്ത് ആർ ആക്ച്വലി ട്രൂ, A and B. ഇത് ഇൻഡയറക്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഇനി അങ്ങോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട, പക്ഷേ ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചത്. ഫിഫ്ത്ത് വൺ. ഫോർത്ത് വൺ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ ഫൈൻ. ഫിഫ്ത്ത് വൺ, കൺസെപ്റ്റ് ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞ കെമിക്കൽ എവല്യൂഷൻ ഈ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത് ആദ്യം പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽസ് കമ്പൈൻ ചെയ്യുന്നു ചില സ്യൂട്ടബിൾ എൻവിറോൺമെന്റൽ കണ്ടീഷനിൽ. അപ്പോൾ ഇതിൽ കറക്റ്റ് പോസിബിൾ ഒറിജിൻ ഓഫ് ലൈഫ് ബൈ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽസ് അണ്ടർ സ്യൂട്ടബിൾ എൻവിറോൺമെന്റൽ കണ്ടീഷൻ, അതാണ് കെമിക്കൽ എവല്യൂഷൻ. ഇതാണ് നമ്മൾ ആര് പറഞ്ഞ ഒപ്പാരന്റ് ഹാൽഡെയ്ൻ മോഡൽ പറയുന്നത്. അത് പ്രൂവ് ചെയ്ത ആളാണ് നമ്മുടെ മില്ലർ അല്ലേ. ആൻഡ് ഇതും ഒരു ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതില് നമ്മളെ അമിനോ ആസിഡ്സ് സാധാരണ മില്ലേഴ്സ് എക്സ്പെരിമെന്റിൽ ഉണ്ടാക്കിയ അമിനോ ആസിഡിൽ ഇതിൽ നമ്മളെ ഗ്ലൈസിൻ ഉണ്ട്, പിന്നെ അലാനിൻ ഉണ്ട്, പിന്നെ അസ്പാർട്ടിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡ് ഇല്ല. ഓക്കെ, വാസ് നോട്ട് ഫൗണ്ട്. ബാക്കി 3 ആളുകളുണ്ട്. ഈ ഗ്ലൈസിൻ അലാനിൻ നിങ്ങൾ ബയോമോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ടാവും. പ്രിമിറ്റീവ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഗ്ലൈസിൻ. പിന്നെ നമ്മുടെ CH3 ഗ്രൂപ്പ് വരുന്നതാണ് അലാനിൻ. പിന്നെ സെറിൻ എന്നുള്ള CH2OH ഗ്രൂപ്പ് ആണ്. ബയോമോളിക്യൂൾസ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സിക്സ്ത് വൺ. ആൻസർ വിൽ ബി D. ഓക്കെ, now seventh one. Which one of the following experiments suggests that the simplest living organisms could not have been originated spontaneously from non-living matter? ഇത് പ്രൂവ് ചെയ്തത്, അതായത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഡിസ്പ്രൂവ് ചെയ്ത ആള് നമ്മുടെ ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. ഞാൻ അവിടെ ഒരു ചെറിയൊരു സാധനം ഒരു വേറെ ഒരു കാര്യം, ഇത് നിങ്ങൾ വായിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. അതായത് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ could not have originated spontaneously from non-living matter. അതിന് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ സാധാരണ ലിവിങ് മാറ്റർ തന്നെ വേണം അല്ലേ എന്നുള്ളത്. സോ ഇതിൽ ആൻസർ ഓരോന്നും വായിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. മീറ്റ് വാസ് നോട്ട് സ്പോയിൽഡ് വെൻ ഹീറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ എ സീൽഡ് വെസൽ. അതിന് കറക്റ്റ് ഒരു ഫിഗർ ഞങ്ങൾക്ക് കൊടുത്തിരുന്നു. ആ മീറ്റ് നമ്മളൊരു സീൽ ചെയ്തിട്ട് നമ്മൾ വെച്ച സമയത്ത്, നല്ലോണം അടച്ച് ഭദ്രമായിട്ട് വെച്ച സമയത്ത് ഇതിന് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് സ്പോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവിടെ നമ്മൾ കണക്ഷൻ വിട്ടു അല്ലെ. പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ കണക്ഷൻ വിട്ടപ്പോൾ ഇതിവിടെ പുതിയ ലൈഫ് വന്നില്ല, കണക്ഷൻ കൊടുത്തപ്പോൾ പുതിയ ലൈഫ് വന്നിരുന്നു. സോ ഓപ്ഷൻ വിൽ ബി D. എല്ലാം വായിച്ചിട്ട് ആൻസർ ചെയ്യാം. അക്കോർഡിംഗ് ടു ഒപ്പാൻ വിച്ച് വൺ ഓഫ് ദ വാസ് നോട്ട് പ്രസന്റ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ. വളരെ സിമ്പിൾ ആണ്. റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നത്. എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്സിജൻ ഈസ് ദ ആൻസർ. ദെൻ
Ninth one answer. Ninth one. There is no life on the moon due to the absence of. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്സിജൻ കുത്താൻ തോന്നും, പക്ഷെ ഓക്സിജൻ അല്ല. ആൻസർ ഈസ് വാട്ടർ. ഓക്സിജൻ ഇല്ലാത്ത ലൈഫ് ഉണ്ടോ? ഓക്സിജൻ ഇല്ലാത്ത ലൈഫ് ഇല്ലേ? അനൈറോബിക് ഓർഗാനിസംസ് ഇല്ലേ? ബട്ട് വാട്ടർ ഇല്ലാത്ത ലൈഫ് ഉണ്ടോ? നമ്മുടെ സെല്ലിന്റെ തന്നെ ആവറേജ് കമ്പോസിഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെല്ലിന്റെ തന്നെ ആവറേജ് കമ്പോസിഷനിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് നല്ല ഹയസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ബ്ലഡിൽ തന്നെ 55% പ്ലാസ്മയാണ്. ആ 55%ന്റെ 90%ഉം വാട്ടർ ആണെന്നുള്ളത്. വാട്ടർ ഇല്ലാണ്ട് ലൈഫ് ഇല്ല നമുക്ക് വേണമെങ്കിൽ പറയാം. സോ water is the most appropriate answer. Okay, now 10th one, the most abundant organic compound cellulose ആണ്, according to biomolecules again. അപ്പോൾ അത്രയാണ്. Next 14th one, sorry, okay. Which was absent in the atmosphere at the time of origin of life? Yes, oxygen answer. Oxygen ആണ് answer. Okay, now evidence of evolution എന്നുള്ള ഭാഗത്ത് നിന്ന് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ നോക്കാം. Okay, സോ ഇതിൽ 17th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നോക്കാം. Which of the following refer to correct example of organisms which have evolved due to changes in environment brought about by anthropogenic action? നമ്മൾ പഠിച്ചതാണ് അല്ലേ ആന്ത്രപ്പോജനിക് ആക്ഷനിൽ എവല്യൂഷൻ. നമ്മൾ പഠിച്ചത് നമ്മൾ ആ 6 എക്സാമ്പിളിൽ 5th and 6th one was the example of anthropogenic action. അപ്പോൾ ഇതിൽ ഡാർവിൻസ് ഫിഞ്ചസ് ഓഫ് ഗാലപ്പഗോസ് ഐലൻഡ്സ്, ഡാർവിൻസ് ഫിഞ്ചസുമായി അത് നമ്മൾ ഏതിലാണ് പഠിച്ചത്? നമ്മുടെ അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ അത് തെറ്റാണ്. ഹെർബിസൈഡ് റെസിസ്റ്റന്റ് അത് നമ്മൾ പറഞ്ഞു. ഡ്രഗ് റെസിസ്റ്റന്റ് യൂകാരിയോട്ട് അത് നമ്മൾ പറഞ്ഞു. മാൻ ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യൽ ബീറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ഇത് നമുക്ക് അറിയില്ലെങ്കിലും 2ഉം 3ഉം എന്തായാലും ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ഇത് 4th NCERT കൊടുത്തിട്ടില്ല, പക്ഷെ 2ഉം 3ഉം ഒരുമിച്ച് വരുന്ന ആൻസർ നോക്കിയാൽ കണ്ടോ, സി ആണ് 2ഉം 3. അപ്പോൾ അത് 4th ആണ്. അപ്പോൾ 4th ഇതിന് എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളോട്, നമ്മൾ ആർട്ടിഫിഷ്യലി ഒരുപാട് വെറൈറ്റി ഓഫ് എന്തുണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ഡോഗ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ആന്ത്രപ്പോജനിക് ആക്ഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ഷന്റെ ഫലമായിട്ട് വരുന്ന ഒരു എവല്യൂഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? എംബ്രിയോളജിക്കൽ സപ്പോർട്ട് ഫോർ എവല്യൂഷൻ വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ, അത് NCERT കൊടുത്തിട്ടുണ്ട്. യെസ്, ഡിസ്പ്രൂവ് ചെയ്തത് നമ്മുടെ കാൾ ഏണസ്റ്റ് വോൺ ബെയർ ആണ്. കാൾ ഏണസ്റ്റ് വോൺ ബെയർ. ഓക്കെ, ഇതിൽ ഒരുപക്ഷെ ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ. ഏണസ്റ്റ് ഹെക്കൽ അത് കൊണ്ടുവന്ന ആളാണ്. ഓക്കെ, that you have to understand. I don't know why this I can't enlarge. നിങ്ങത് കാണുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ I will do another thing. I will just take the same question from here and I will try to expand that. Okay, fine. അപ്പോൾ ഇനി നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണാത്തവർ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ, that is what flippers of penguins and dolphins are example of എന്നാണ് ചോദിച്ചത്. ഫ്ലിപ്പേഴ്സ്, അതായത് 19th ക്വസ്റ്റ്യൻ. സോ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ് NCERT കൊടുത്ത എക്സാമ്പിൾ ആണല്ലേ. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പേഴ്സ് ഓഫ് അത് എല്ലാം കൺവേർജന്റ് എവല്യൂഷൻ ആണ്. കൺവേർജന്റ് എവല്യൂഷന് എക്സാമ്പിൾ ആണ്. അഥവാ കൺവേർജന്റ് എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മുടെ ആനലോഗസ് ഓർഗൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം കൺവേർജന്റ് എന്ന് പറയുമ്പോൾ in order to perform the same functions അല്ലേ, സെയിം ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവോൾവ് ചെയ്തതാണ് ഈ ഒരു കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രം ഡിഫറെന്റ് ഒറിജിൻ ആണ് ഇതിന് വരുന്നത്. ഓക്കെ, സോ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻ ആർ എക്സാമ്പിൾ ഫോർ നമ്മുടെ കൺവേർജന്റ് എവല്യൂഷൻ. ഓക്കെ, perform similar function ആണ്. Similarity of bone structure in the forelimbs of many vertebrates is an example of, അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Homology indicates common ancestry, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. Then among the following sets of examples for divergent evolution select the incorrect option ആണ് ചോദിച്ചത്. Incorrect option. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. forelimbs of man, bat, cheetah അത് നമ്മൾ പറഞ്ഞതാ. heart of brain NCERT ഇത് പറഞ്ഞത് vertebrate heart എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് പറയാം, vertebrate brain എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും പറയാം.
സോ ഐസ് ഓഫ് ഒക്ടോപ്പസ് അത് നമ്മൾ എൻ സി ആർ ടി കൊടുത്തത് ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് എന്ന് എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ കൊടുത്തിരിക്കുന്നത് എന്തിൻ്റെ ആയിട്ട് എക്സാമ്പിൾ ആണ്? കൺവേർജന്റ് എവല്യൂഷൻ അനലോഗസ് ഓർഗൻസ് ആണ്, മാറിപ്പോകരുത്. അപ്പൊ അത്രയും സ്പെസിഫിക് ആയിട്ട് ഇത് അറിയണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഈസ് ഹോമോലോഗസ് ടു വിങ് ഓഫ് എ ബേർഡ്? അഗെയിൻ ഡയറക്റ്റ് എൻ സി ആർ ടി ക്വസ്റ്റ്യൻ. വിങ് ഓഫ് എ ബേർഡിൽ നമ്മൾ യെസ് ഫ്ലിപ്പർ ഓഫ് വെയിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഫ്ലിപ്പേഴ്സ് ഓഫ് വെയിൽ എന്ന് കൊടുക്കാം. ഓക്കെ, so 22 the answer will be B. Which of the following structure is homologous to wing of a bird, flipper of whale എന്ന് കൊടുക്കാം. Okay, so 22 the answer will be B. Now 23 analogous structures are analogous structures നമുക്കറിയാം. analogous structures എന്ന് പറയുന്നത് yes converging ആണ്, അതായത് to perform the same function, to perform the same function. So analogous structures are as a result of convergent evolution നമുക്ക് പറയാം. 23 the answer will be D. Okay, 24 the wings of a bird and the wings of an insect are. wings of a bird and wings of an insect അതും എൻ സി ആർ ടി തന്നെയാണ്. യെസ് അനലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിങ്സ് ഓഫ് എ ബേർഡ് ആൻഡ് അല്ലെങ്കിൽ വിങ്സ് ഓഫ് എ ബേർഡ് അല്ലെങ്കിൽ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ് എന്നാണ് എൻ സി ആർ ടി കൊടുത്തത്. ഓക്കെ, സോ അത് രണ്ടും എന്താണ്? അതിൻ്റെ ഫംഗ്ഷൻ സിമിലർ ആണ്, പക്ഷെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. സോ അനലോഗസ് ഓർഗൻ ആണ്. സോ ഇൻ ഓർഡർ ടു പെർഫോം അഗെയിൻ ഈ ഒരു ഫിഗർ ആലോചിച്ചാൽ മതി, ടു പെർഫോം സെയിം ഫംഗ്ഷൻ പക്ഷെ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ മെലാനിസം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. വെരി സിമ്പിൾ. ഇൻഡസ്ട്രിയൽ മെലാനിസം ഇതിൽ ഒന്നും കണ്ടിട്ട് ബേജാറുണ്ട്, ആകെ നമുക്ക് അറിയുന്ന സാധനം നോക്കിയാൽ മതി. നാച്ചുറൽ സെലക്ഷൻ ആണ്. നാച്ചുറൽ സെലക്ഷൻ ഡ്യൂ ടു ഹ്യൂമൻ ആക്ഷൻ ആണെന്നത് വേണേൽ പറയാം അല്ലേ? നൗ 26th ക്വസ്റ്റ്യൻ നോക്കാം, വായിച്ച് നോക്കാം. Four limbs of cat, lizard used in walking, four limbs of whale used in swimming, and four limbs of bat used in flying. അപ്പോൾ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണ്, പക്ഷെ സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? സോ സെയിം സ്ട്രക്ചർ ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണ്. യെസ്, കൺവേർജന്റ് എവല്യൂഷൻ. ഹോമോലോഗസ് ഡൈവേർജന്റ് എവല്യൂഷൻ എന്നുള്ളത് അതിലുണ്ടെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു. ഡൈവേർജന്റ് എവല്യൂഷൻ പല ആളുകൾ ഇത് അഡാപ്റ്റീവ് റേഡിയേഷൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ ആണോ? അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഡൈവേർജന്റ് എവല്യൂഷൻ. ഞാൻ പറഞ്ഞിരുന്നു ഡൈവേർജന്റ് എവല്യൂഷന് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് നമുക്ക് അക്കോർഡിംഗ് ടു എൻ സി ആർ ടി നമുക്ക് ഹോമോലോഗസ് ഓർഗൻസ് കൊടുക്കാം, ദെൻ അഡാപ്റ്റീവ് റേഡിയേഷൻ കൊടുക്കാം. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറെ സ്പീഷീസ്, എൻറ്റയർലി ഡിഫറെൻറ്റ് സ്പീഷീസ് അല്ലെങ്കിൽ കുറച്ച് വേരിയൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് അല്ലേ? ഇത് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട ഹോമോലോഗസ് ഓർഗൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. സോ നെക്സ്റ്റ് വൺ 27 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്നാണ് കൊടുത്തത്. അനലോഗസ് സ്ട്രക്ചേഴ്സിൽ നമുക്കിതിൽ ആക്ച്വലി സ്പീക്കിംഗ് ഇതിൽ രണ്ട് ഓപ്ഷൻ പോസിബിൾ ആണ്. ഒന്ന് വിങ് ഓഫ് ബാറ്റ്, വിങ്സ് ഓഫ് ബാറ്റ് ആൻഡ് വിങ്സ് ഓഫ് പീജൺ എന്ന് പറയാം. വിങ്സ് ഓഫ് ബാറ്റും വിങ്സ് ഓഫ് പീജണും. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റും. രണ്ടും സെയിം ഫംഗ്ഷനിലാണ്. രണ്ടിനും ഫംഗ്ഷൻ പറക്കുക എന്നുള്ളതാണ്, പക്ഷെ അതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. വിങ്സ് ഓഫ് ബാറ്റും വിങ്സ് ഓഫ് പീജണും. ഓക്കെ, then gills of prawn and lungs of man. ഇതും സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് അല്ലേ? സ്ട്രക്ചർ ഡിഫറെൻ്റ് അല്ലേ? ഒബ്വിയസ്ലി സ്ട്രക്ചർ ഡിഫറെൻ്റ്, പക്ഷേ ഫംഗ്ഷൻ സെയിം അല്ലേ? ലങ്സ് ഓഫ് മാനും ഗിൽസ് ഓഫ് പ്രോണും യൂസ് ചെയ്യുന്ന റെസ്പിറേഷൻ ആണ്. സോ എയും ബിയും ഇതിൽ ആൻസർ ആണ്. പക്ഷേ ഇത് രണ്ടും എൻ സി ആർ ടിയിൽ തോൺസ് ഓഫ് ബഗ് ഡയറക്റ്റ് എൻ സി ആർ ടി ഇറ്റ് ഈസ് ഗിവൺ ഫോർ ഹോമോലോഗസ് ഓർഗൻ. ഫ്ലിപ്പേഴ്സ് ഓഫ് ഡോൾഫിൻ ആൻഡ് ലെഗ്സ് ഓഫ് ഹോഴ്സ്, അതെന്തായാലും തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓക്കെ, ഫൈൻ. സോ next one, that is 28. Okay, so 28th question വായിക്കാം. The process by which the organisms the process by which so 28th question വായിക്കാം. ഇതാണ് 28th question അല്ലേ? The process by which organisms with a different evolutionary history evolved similar phenotypic adaptation in response to a common environmental challenge. ഇത് നമ്മൾ പറഞ്ഞതാണ് 28. യെസ്, കോമൺ എൻവിറോൺമെന്റൽ ചാലഞ്ചിൽ വരുന്നതിനാണ് നമ്മൾ പറയുക എന്ത്? I think some issue is there. I will adjust.